നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പുതിയ സ്കൂൾ, പുതിയ സുഹൃത്തുക്കൾ, പുതിയ സ്വപ്നങ്ങളുമായാണ് മിഥുൻ തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലേക്ക് ഒരു മാസം മുൻപ് എത്തിയത്. പടിഞ്ഞാറെ കല്ലട വലിയപടം വിളന്തര ക്ഷേത്രത്തിനടുത്താണ് മിഥുന്റെ വീട്. പട്ടുകടവ് സ്കൂളിൽ നിന്ന് തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലേക്ക് ഈ അധ്യയന വർഷമാണ് മാറിയത്. ഹൈസ്കൂൾ പ്രവേശനത്തിന്റെ ഭാഗമായിട്ടായിരുന്നു മാറ്റം. സ്കൂളിൽ കളിക്കുന്നതിനിടെ സൈക്കിൾ ഷെഡിന് മുകളിൽ വീണ ചെരുപ്പെടുക്കുന്നതിനിടെയാണ് മിഥുൻ ഷോക്കേറ്റ് മരിച്ചത്. ക്ലാസ്സിലെ ബെഞ്ച് ഉപയോഗിച്ച് സൈക്കിൾ ഷെഡിന് മുകളിലേക്ക് കയറുമ്പോൾ കാൽ തെറ്റി വൈദ്യുതി ലൈനിലേക്ക് വീഴുകയായിരുന്നു. സാധാരണ സ്കൂൾ ബസ്സിലാണ് മിഥുൻ സ്കൂളിലേക്ക് പോയിരുന്നത്. എന്നാൽ പിതാവ് മനുവാണ് മിഥുനെ ഇന്ന് സ്കൂട്ടറിൽ സ്കൂളിലേക്ക് എത്തിച്ചത്. അമ്മ സുജ കുവൈറ്റിൽ ഹോം നഴ്സായി ജോലിക്ക് പോയിട്ട് 3 മാസം മാത്രമേ ആകുന്നുള്ളൂ. സുജ രാവിലെ ഫോണിൽ വിളിച്ച് മനുവിനോടും മിഥുനോടും സംസാരിച്ചിരുന്നു. അതിനുശേഷമായിരുന്നു സ്കൂളിലേക്ക് പോയതും. അപകടം നടന്ന ഉടനെ പഞ്ചായത്ത് അംഗം ശിവരാജ് വിവരം ലഭിച്ചു. മനുവിനൊപ്പം ആശുപത്രിയിലെത്തിയപ്പോഴേക്കും മിഥുൻ മരിച്ചു. വിദേശത്തുള്ള സുജ ഇതുവരെ വിവരം അറിഞ്ഞിട്ടില്ലെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. കുവൈറ്റിൽ സുജ ജോലി ചെയ്യുന്ന കുടുംബം തുർക്കിയിലേക്ക് വിനോദയാത്ര പോയിരിക്കുകയാണ്. സുജയെയും ഒപ്പം കൂട്ടി. സുജയുടെ ഫോണിൽ ബന്ധപ്പെടുവാൻ കഴിഞ്ഞിട്ടില്ല. മനുവിന് കൂലിപ്പണിയാണ്. സാമ്പത്തികമായി താഴെത്തട്ടിലുള്ള കുടുംബം. പുതിയ വീട് നിർമ്മിക്കുവാൻ ലൈഫ് പദ്ധതിയിൽ പേര് ചേർത്തിട്ടുണ്ട്. ഇതിന്റെ പോലും അനുമതി ലഭിച്ചിട്ടില്ല. മകനെ നഷ്ടപ്പെട്ട വേദനയിൽ പൊട്ടിക്കരഞ്ഞ മനുവിനെ ആശ്വസിപ്പിക്കാനാകാതെ ബന്ധുക്കളും സുഹൃത്തുക്കളും അടക്കം വലയുകയാണ്. സുഹൃത്തിന്റെ ചെരുപ്പെടുക്കുവാനും കയറിയപ്പോൾ തെന്നി വീണതാണെന്നാണ് ലഭിച്ച വിവരമെന്നാണ് ബന്ധുക്കൾ പറഞ്ഞത്. രാവിലെ ഏതാണ്ട് 8:30യോടെയാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. മിഥുനിടെ ഫുട്ബോൾ കളിക്കുകയായിരുന്നു. അതിനിടെ ചെരുപ്പ് ഷെഡിന് മുകളിലേക്ക് വീണു. അതെടുക്കുവാൻ കയറിയപ്പോൾ ഷോക്കടിക്കുകയായിരുന്നു. ഞാൻ കാണുമ്പോൾ അവൻ വൈദ്യുത കമ്പിയിൽ കിടക്കുകയായിരുന്നു. വായിൽ നിന്ന് നുരയും പതയും വന്നു. വല്ലാത്തൊരവസ്ഥയായിരുന്നു എന്നാണ് ഇത് നേരിൽ കണ്ട സഹപാഠി വിറയലോടുകൂടി സംസാരിച്ചത്. ഈ ഒരു സംഭവത്തിൽ പ്രതിഷേധമൊക്കെ ശക്തമാവുകയാണ്. കെട്ടിടത്തിന് ഫിറ്റ്നസ് ഉണ്ടോ എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി പറയുവാൻ ശാസ്താംകോട്ട തഹസിൽദാർ ഇനിയും തയ്യാറായിട്ടില്ല. അപകടം സംഭവിച്ച മണിക്കൂറുകൾ പിന്നിട്ടിട്ടും പരിശോധിക്കട്ടെ എന്നല്ലാതെ വ്യക്തമായ മറുപടി നൽകാത്തതിൽ നാട്ടുകാർക്കിടയിൽ പ്രതിഷേധം ശക്തമായിട്ടുണ്ട്. ഒരു കെട്ടിടത്തിന് ഫിറ്റ്നസ് ഉണ്ടോ എന്ന് പരിശോധിക്കുന്നതിൽ തഹസിൽദാർക്ക് അധികം സമയത്തിന്റെ ആവശ്യമില്ല. എന്നിട്ടും ഇതിൽ പരിശോധന വൈകുന്നത് എന്തുകൊണ്ടാണെന്നാണ് ചോദ്യം ഉയർന്നത്. ലോ ആൻഡ് ഓർഡർ വിഷയം നിലനിൽക്കുന്നതിനാലാണ് താൻ സ്ഥലത്തെത്തിയതെന്നും ഫിറ്റ്നസ് ഉണ്ടോ എന്ന് പരിശോധിക്കുവാൻ തന്നെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നുമാണ് തഹസിൽദാർ പ്രതികരിച്ചത്. പ്രാഥമികമായ റിപ്പോർട്ട് നൽകിയിട്ടുണ്ടെന്നും ബാക്കി മറ്റുള്ളവ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരാണ് നൽകേണ്ടതെന്നുമാണ് തഹസിൽദാർ പറയുന്നത്. MLA വീട്ടിൽ നിന്നും കേവലം 2 കിലോമീറ്റർ മാത്രമാണ് സ്കൂളിലേക്കുള്ളതെന്നും എന്നിട്ടും ഇതുവരെ MLA എത്തിയിട്ടില്ലെന്നും വിമർശനം ഉയർന്നിരുന്നു. സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ടെങ്കിലും ആർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നതെന്നും എന്തെങ്കിലും തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ എന്നതും സംബന്ധിച്ചും വ്യക്തമായ മറുപടികൾ അധികൃതരുടെ ഭാഗത്തുനിന്നും ലഭിച്ചിട്ടില്ല. സംഭവത്തിൽ വീഴ്ച തുറന്നു പറഞ്ഞിരിക്കുകയാണ് വൈദ്യുത വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് KSEBക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചതായി വ്യക്തമാക്കുന്നത്. വൈദ്യുതി ലൈനിന് തറനിരപ്പിൽ നിന്ന് നിയമപ്രകാരമുള്ള അകല വ്യത്യാസമില്ലാത്തതിനാൽ KSEBയും അനധികൃതമായി ലൈനിന് കീഴിൽ നിർമ്മാണ പ്രവർത്തനം നടത്തിയതിന് സ്കൂൾ അധികൃതരും ഉത്തരവാദികളാണെന്നും പ്രാഥമികമായ അന്വേഷണത്തിൽ വിലയിരുത്തുന്നു. സൈക്കിൾ ഷെഡിന് മുകളിലൂടെ ഉണ്ടായിരുന്ന വൈദ്യുതി ലൈനിൽ സ്പേസർ സ്ഥാപിച്ചിരുന്നു. ലൈനുകൾ കൂട്ടിമുട്ടി അപകടമുണ്ടാകാതിരിക്കാനാണ് സ്പേസർ സ്ഥാപിച്ചിരുന്നത്. ഭൂമിയിൽ നിന്നും ഈ ലൈനിലേക്ക് ആവശ്യമായ സുരക്ഷിത അകലം പാലിച്ചിട്ടില്ലായിരുന്നുവെന്ന് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ വൈദ്യുതി ലൈനിൽ നിന്നും സൈക്കിൾ ഷെഡിലേക്ക് ആവശ്യമായ സുരക്ഷാ അകലം പാലിച്ചിട്ടില്ല എന്നും റിപ്പോർട്ടിൽ കിട്ടിയിട്ടുണ്ട്. ഈ സൈക്കിൾ ഷെഡ് സ്ഥാപിച്ചതിന് ഏതെങ്കിലും അനുമതി ലഭിച്ചിരുന്നോ എന്നതിലും സംശയമുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. ലൈനിനടിയിൽ ഒരു നിർമ്മാണം നടക്കുമ്പോൾ വൈദ്യുതി ലൈനിൽ നിന്നും സുരക്ഷിതമായ അകലം പാലിക്കേണ്ടതുണ്ട്. വൈദ്യുതി ലൈനുകളിൽ കൃത്യമായ ഇടവേളകളിൽ സുരക്ഷാ പരിശോധന നടത്തണമെന്ന് വൈദ്യുതി ബോർഡിൽ നിർദ്ദേശമുള്ളതാണ്. പ്രസ്തുത ലൈൻ കവചിത കേബിളുകളുമായി മാറ്റുന്നതിനും ലൈനിനടിയിൽ ഒരു പോസ്റ്റ് സ്ഥാപിക്കുന്നതിനുമുള്ള അനുമതി സ്കൂൾ മാനേജ്മെന്റിനോട് KSEB അധികൃതർ ആവശ്യപ്പെട്ടിരുന്നു. അടുത്ത മാനേജ്മെന്റ് കമ്മിറ്റി മീറ്റിംഗിന് ശേഷം അറിയിക്കാമെന്നായിരുന്നു സ്കൂൾ മാനേജ്മെന്റ് അറിയിച്ചത്. അടിയന്തരമായി KSEBയുടെ ലൈനുകൾ പരിശോധന നടത്തി ആവശ്യമായ സുരക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്ന വൈദ്യുതി ബോർഡിന് നിർദ്ദേശം നൽകി. സുരക്ഷയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്നും മന്ത്രി വ്യക്തമാക്കി. കുട്ടിയുടെ കുടുംബത്തിന് 5 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രാഥമികമായി KSEB 5 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്നും പിന്നീട് വിശദമായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വേണ്ട ധനസഹായ തുക കൈമാറുമെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.